ദൈവത്തിന് സ്തോത്രം. വീണ്ടും അല്പനേരം ക്രിസ്തുവിൻ്റെ കാഴ്ചൂട്ടിയിരുന്ന് ആശ്വാസം കണ്ടെത്താൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. 60-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യം. ഒരു ചെറിയ വാക്യമാണ്. എന്നെ വളരെ നാളുകൾ അത് ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. പലപ്പോഴും ഞാൻ ചിന്തിക്കുമ്പം അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ എനിക്ക് സാധിക്കാത്തതുകൊണ്ട് ഞാനത് അടച്ചു വെക്കാറുണ്ട്. എന്നാൽ ഈയിടെ എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വലിയൊരു ഒരു ഒരു ഇതാണ്, ചിന്തയാണ് ആ വാക്യം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ദൈവത്തിന് സ്തോത്രം. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആര് കൊണ്ടുപോകും? ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്ന ഒരു കാര്യം, ഏദോം എന്ന് പറയുന്ന ഒരു സ്ഥലം ദാവീദിന് അത് പിടിച്ചടക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഏദോം വളരെ ചുറ്റപ്പെട്ട മതിലിനായി വളരെ സംരക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അത് പിടിച്ചടക്കാനായിട്ട് ദാവീദ് ശ്രമിച്ചിട്ട് സാധിച്ചിട്ടില്ല. ദൈവസേനയിൽ കിടന്ന് കരയുകയാണ്, ഏദോമിലേക്ക് എന്നെ ആര് വഴി നടത്തും? നീ ഞങ്ങളോട് കൂടെ പോരുന്നില്ലേ കർത്താവേ? ഞങ്ങളെ ലജ്ജിതരാക്കിയത് എന്താണ്? അവസാനം പറയുന്നുണ്ട്, യഹോവ ഞങ്ങൾക്ക് വേണ്ടി വീരം പ്രവർത്തിക്കും. അത് അന്നത്തെ കാലത്ത് ദാവീദിനെ പിടിച്ചടക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായി ഏതോം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ മതിലാണ്. സങ്കടത്തോടെ ദാവീദ് കരയുകയാണ്, എന്നെ ആര് കൊണ്ടുപോകും? കർത്താവേ, നീ ഞങ്ങളോട് കൂടെ പോരുകയില്ലേ? ഞങ്ങളുടെ സൈന്യത്തോടു കൂടി നീ പോരുകയില്ലേ? നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കിതെന്താണ് വിഷയം? ഏതാണ് ഈ ഉറപ്പുള്ള നഗരം? ദാവീദിന് സാധിക്കാതിരുന്ന ഒരു കാര്യം നമ്മുടെ ഈ ലോക ജീവിതത്തിനകത്ത് നമുക്ക് സാധിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? ഏതാ ഉറപ്പുള്ള നഗരം? യെശയ്യാ 5:1 പറയുന്നുണ്ട്, ബലമുള്ള ഒരു പട്ടണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബലമുള്ള ഒരു പട്ടണം. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി ആദിമ വിശ്വാസികളിൽ എല്ലാവരും കാത്തിരുന്നു എന്നാണ് പറഞ്ഞത്. ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ള ഒരു പട്ടണം. ഏതാ പട്ടണം? കൂടാരങ്ങളിൽ പാർക്കുന്ന അബ്രഹാം. ആദിപിതാക്കന്മാരൊക്കെ അങ്ങനെയായിരുന്നു. അവരെ സ്ഥിരമായൊരു വീട് വെച്ച് പണിതായിട്ട് നാം കാണുന്നില്ല. അബ്രഹാം പ്രത്യേകിച്ച് കൂടാരങ്ങൾ പാർക്കും. ദൈവം എപ്പോഴാണ് പറയുന്നത് വെച്ചാൽ അന്നേരം കൂടാരം അഴിച്ച് മാറ്റി പോവും. ദൈവത്തിന് സ്തോത്രം. കാണിപ്പായിക്കാൻ ദേശം എവിടെയാണെന്നുള്ളത് വളരെ ലേറ്റായിട്ടാണ് അബ്രഹാമിന് മനസ്സിലായത്. അങ്ങനെയുള്ള വിശ്വാസ വീരന്മാർ നമ്മുടെ പാരമ്പര്യത്തിലുണ്ടായിരുന്നു. അവർ പറയുകയാണ്, ദൈവം ശില്പിയായി നിർമ്മിച്ചത്, ദൈവം പണിത അടിസ്ഥാനമുള്ള ഇളകിപ്പോകാത്തതായ ഒരു പട്ടണം അവരതിനു വേണ്ടി കാത്തിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയിലെ തിരക്കിനിടയ്ക്ക് പലതും നേടാൻ വെമ്പൽ കൊള്ളു ഓടുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കാത്തിരിപ്പ് ഉണ്ടോ? നമ്മൾ ഈ കാലത്ത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? നമ്മൾ വിശ്വാസപ്രമാണം ചൊല്ലും, കർത്താവ് വന്നു, മരിച്ചു, അവൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ നോക്കി പാർത്ത് കാത്തിരിക്കുന്നു, അല്ലേ? അത് പറയുന്നതിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? നമ്മൾ രാവിലെ എഴുന്നേറ്റു ഈ സമയം വരെ ഒരു പ്രാവശ്യമെങ്കിലും കർത്താവ് രണ്ടാമത് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ? അല്ല. കർത്താവ് രണ്ടാമത് വരുന്ന കാര്യം വിട്, എനിക്ക് സ്വർഗരാജ്യത്തിലെത്തണം. ഇത് നശിച്ചു പോകുന്ന ലോകമാണ്. പത്രോസ് ലേഖനത്തിൽ പറയുന്നത് ഇതൊക്കെ നശിച്ചു പോകും. തേക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഭൂമി. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് എനിക്ക് സ്വർഗരാജ്യത്തിൽ അവകാശമാക്കണം. ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്ന പഴയകാല പിതാക്കന്മാരുണ്ട്. ആ കാഴ്ചപ്പാട് എനിക്കുണ്ടോ? എത്രമാത്രം ലോകത്തിൻ്റെ സ്വാധീനമാണ് എൻ്റെ മേലും നിങ്ങളുടെ മേലും ഉള്ളതെന്ന് ആലോചിച്ച് നോക്കി. നമുക്കത് ചിന്തിക്കാൻ പറ്റണില്ല. കാണാത്ത കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നില്ല. നമുക്ക് കാണുന്ന ലോകമാണ് വിഷയം. അവിടെയാണ് സാത്താൻ ജയിച്ചിരിക്കുന്നത് പ്രിയരെ. എല്ലാ മനുഷ്യരിലും സാത്താൻ ജയിക്കുന്നതാണ്. കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വിശ്വാസ ജീവിതം അവർക്കൊരു വിഷയമല്ല. വിശ്വാസത്താലുള്ള രക്ഷ, വിശ്വാസത്താൽ 2000 കൊല്ലത്തിന് മുമ്പ് മരിച്ച യേശുക്രിസ്തുവിനെ കാണാൻ പറ്റുന്നില്ല. യേശുക്രിസ്തു ഒരുക്കിയ രക്ഷ കാണാൻ പറ്റുന്നില്ല. യേശുക്രിസ്തു എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യം എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല. അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഇത് വലിയൊരു മർമ്മമാണ്. ഇന്ന് അനേകർ വീണ് കിടക്കുന്നത് അവിടെയാണ്. അവർക്ക് ലോകം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ അവർക്ക് വിഷയമുള്ളൂ. നാളത്തെ കാര്യം, ഇതൊക്കെയാണ് അവരുടെ വിഷയം. ജീവിത ഭാരങ്ങൾ, ആകുലങ്ങൾ, ബെറ്റർമെൻറ്റ് ഓഫ് ലൈഫ്, അതായത് ഈ സുഖകരമായ ജീവിതത്തിന് വേണ്ടിയുള്ള ആ തത്രപ്പാട്, അനേകം കഷ്ടപ്പാടുകളും ഭാരങ്ങളും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. അനേകർ ഇങ്ങനെ ഭാരപ്പെട്ട് ഞെരുങ്ങി കഴിയുകയാണ്. എല്ലാ ഭാരം ഏറ്റെടുക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതായാൽ നിങ്ങളുടെ സകല ചിന്താകളും അവൻ്റെ മേൽ ഇട്ടോൾവീൻ. ആരാ ഇടുന്നത്?
അധ്വാനിക്കുന്നവരും പറഞ്ഞു വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആരാ വരുന്നത്? ഇതെല്ലാം താൽക്കാലികമാണ്. നമ്മൾ യോഗത്തിന് വരുന്നത് എന്തിനാണ്? ഒരാശ്വാസം കിട്ടാൻ വേണ്ടി. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇതുവരെ കാണാത്ത യേശുക്രിസ്തുവിനെ കാണാനാണോ വന്നത്? അവനെ മാനിക്കാനാണോ വന്നത്? അവൻ്റെ കൈകളിലേക്ക് ജീവിതം കൊടുക്കാനാണോ വന്നത്? എൻ്റെ ഭാരക ചുമടുകളെല്ലാം ഇട്ടു കൊടുക്കാനാണോ ഞാൻ വന്നത്? അവൻ്റെ നുകവേക്കാനാണോ ഞാൻ വന്നത്? അതിന് ഉത്തരവൊന്നുമില്ല. ഞാൻ പറയട്ടെ, പിശാച് അതുപോലെ അനേകരെ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. പിശാച് അനേകരുടെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ച് അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരിക്കാൻ പറഞ്ഞു. നമ്മളെ വല്ലതും ബാധിക്കുന്ന വിഷയമാണോ? ദൈനംദിന ജീവിത തിരക്കിനിടയ്ക്ക് ഇതൊരു വിഷയമാണോ? അബ്രഹാം നമുക്ക് വിഷയമാണോ? ദാവീദ് നമുക്ക് വിഷയമാണോ? ആദ്യ പിതാക്കന്മാർ വല്ലതും വിശ്വാസികളുടെ പട്ടയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കാറുണ്ടോ? അവരെങ്ങനെ ജീവിച്ചു നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. അവരെങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചു നമുക്ക് വിഷയമുള്ള കാര്യമല്ല. ദൈവത്തോടു കൂടി നടന്നവരുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ചവരുണ്ട്. ഏകനായി പ്രിയപ്പെട്ടവരെ എല്ലാ മനുഷ്യൻ തെറ്റിപ്പോയപ്പോഴും നോഹ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ദൈവത്തിൻ്റെ വേല ചെയ്തു. ആർക്കെങ്കിലും തീരുമാനം വരുന്നുണ്ടോ? സമൂഹം എന്തായിക്കോട്ടെ, സയൻസ് എന്തോരം ആയിക്കോട്ടെ, ഇയോൺ മാസ്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ശരിയാണ്, മനുഷ്യൻ അത്ഭുതപ്പെടുന്ന പല കാര്യങ്ങൾ ചെയ്യുന്നു. ചന്ദ്രനിൽ അവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്, ജനങ്ങളെ അങ്ങോട്ട് പാർപ്പിക്കാൻ പോവുകയാണ്. ചെയ്തോട്ടെ, നമുക്കെന്നെ വേണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം എന്നെ സ്വാധീനിക്കുന്നുണ്ടോ? ജീവനുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഇതൊന്നും എൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കത്തില്ല, ഇതൊന്നും എന്നെ പ്രലോഭിക്കുകയില്ല. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എൻ്റെ ഹൃദയത്തെ മാറ്റരുതെന്നാണ് പറഞ്ഞത്. എൻ്റെ ഹൃദയത്തെ മാറ്റരുത്, എൻ്റെ ഹൃദയത്തിൻ്റെ ലക്ഷ്യം മാറ്റരുത്. ഈ ലോകത്തെ കാണുന്ന ഒന്നും എന്നെ അലട്ടുകയില്ല. തീരുമാനമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എബ്രായലേഖനം 15-ാം അധ്യായത്തിന് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ അവർക്കായൊരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ദൈവം ശില്പിയായി നിർമ്മിച്ച ആ നഗരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പിന്നെ പറയാണ് ദൈവം, അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് എന്നെങ്കിലും ഞാൻ കാണാൻ പോയോ? എന്നെങ്കിലും അതിൻ്റെ കാര്യം, നമ്മളൊരു വീട് പണിയാണെന്നിരിക്കട്ടെ, നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയാണ്. എല്ലാ ദിവസവും നമ്മളവിടെ പോവുകയില്ലേ? അതിൻ്റെ കാര്യം അന്വേഷിക്കുകയില്ലേ? അതിന് ചുറ്റുമതിൽ കെട്ടുകയില്ലേ? അതിന് തെങ്ങോ വല്ലതും ഉണ്ടെങ്കിൽ ആ തേങ്ങ ഇടിക്കുകയില്ലേ? അല്ല, വീട് പണിയാൻ പോവുകയാണെങ്കിൽ എന്തെല്ലാം കാര്യം നമ്മുടെ തലയിൽ കൂടെ പോകുന്നത്? നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? നമ്മൾ പോയി അന്വേഷിക്കാറില്ലേ? അത് പണിയുന്നതിൻ്റെ പ്രോഗ്രസ് നമ്മൾ വിലയിരുത്താറില്ലേ? അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാറില്ലേ? നമ്മൾ എത്ര വേണ്ടി ത്യാഗം സഹിച്ച് ആ വീട് പൂർത്തിയാകുന്നതിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയുന്നുണ്ട്, സാമ്പത്തിക ഞെരുക്കം വരുന്നുണ്ട്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, നമ്മളത് പൂർത്തിയായിരിക്കും. മനുഷ്യൻ ലക്ഷ്യം വെച്ചാൽ അത് നേടിയിരിക്കും. ദൈവത്തിനറിയാം, മനുഷ്യൻ ലക്ഷ്യം വെച്ചാൽ അവൻ നേടിയിരിക്കും, സമൂഹപരം നേടിയിരിക്കും. ദൈവം ഒരുക്കിയിരിക്കുന്ന എൻ്റെ വീടിന് വേണ്ടി ഞാൻ എന്നാ നോക്കിയിട്ടുള്ളത്? അവിടത്തേക്ക് കൊണ്ട് നിക്ഷേപം വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഞാൻ അന്വേഷിക്കാറുണ്ടോ? കർത്താവേ, എൻ്റെ വീട് എങ്ങനെയുണ്ട്? ഞാൻ എവിടെയാണോ താമസിക്കാൻ പോകുന്നത്? അതിൻ്റെ കാര്യപരിപാടി എനിക്കത് മനസ്സിലാക്കി തരാമോ? നീ എന്നോട് ഇടപെടാമോ? എനിക്കൊരു സ്വർഗീയ കാഴ്ചപ്പാട് തരാമോ? എൻ്റെ ആത്മകണ്ഠം തുറന്നു തരാമോ? ആർക്കുണ്ട് വിഷയം? വേറെ സ്ഥലത്ത് ആളുകൾ കിടക്കുന്ന വാക്യങ്ങളിൽ അതുപോലെ തന്നെ കിടക്കുന്നു. അതൊരിക്കലും എന്നെ ജീവിപ്പിക്കുന്നില്ല, അതൊരിക്കലും എൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്നില്ല, അതെൻ്റെ ജീവിതത്തെ കീഴ്പ്പെടുത്തുന്നില്ല, അതെനിക്ക് മാനസാന്തരത്തേക്ക് നയിക്കുന്നില്ല, അതെന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 5:1 പറയുന്നു, കൈപ്പണിയല്ലാത്ത നിത്യഭവനം, ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്കുണ്ട്. എന്തൊരു പ്രാഗൽഭ്യമാണ്! അപ്പോസ്തലൻ പറയുകയാണ്, മനുഷ്യൻ്റെ കൈ കൊണ്ടൊന്നും അല്ല അത് പണിതിരിക്കുന്നത്, ദൈവമാണത് പണിയുന്നത്. ദൈവ ശില്പി, ദൈവം പണിയുന്ന കെട്ടിടം, ദാനമായി തരുന്നൊരു കെട്ടിടം ഞങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോസ്തലൻ എന്ത് കണ്ടിട്ട് അങ്ങനെ പറയണേ? ആത്മാവിൻ്റെ കാഴ്ചപ്പാട് കെട്ടി ദൈവം എനിക്ക് വേണ്ടി പണിയുന്നത്, ദൈവം തൻ്റെ കൈ കൊണ്ട് തന്നെ മെനഞ്ഞത് എന്നെയാണെങ്കിൽ ഞാൻ വസിക്കാൻ പോകുന്ന സ്ഥലവും അവൻ്റെ കൈ കൊണ്ട് തന്നെ അവൻ മെനയാണ്. ദൂതന്മാരെല്ലാം മെനയും. ദൈവം ശില്പിയായത്, കൈപ്പണിയല്ലാത്ത നിത്യഭവനം, ദാനമായൊരു കെട്ടിടം നമുക്കുണ്ട്. ദൈവത്തിന് അപ്പോസ്തലൻ്റെ പ്രാഗൽഭ്യം എത്ര വലുതാണ്! എൻ്റെ പ്രിയരെ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇനി വല്ല കാഴ്ചപ്പാട് വല്ലതും ഉണ്ടോ? കർത്താവേ, എൻ്റെ വീട് എവിടെയാണ്? അതിൻ്റെ കാര്യപരിപാടി, അതിൻ്റെ വീടൊക്കെ ശരിയായോ? അതിൻ്റെ പണിയൊക്കെ തീർന്നോ? അതിനുള്ള യോഗ്യത എനിക്കിപ്പോഴുണ്ടോ? അതിന് യോഗ്യതക്കുറവ് എന്തെങ്കിലും കൊണ്ട് എനിക്കൊന്നും മനസ്സിലാക്കി തരണമേ. ഞാൻ അതുമായി നിൻ്റെ സന്നിധി വന്നേക്കാം. എന്നെ കഴുകണമേ കർത്താവേ. നിൻ്റെ ആത്മാവിനെ എനിക്ക് തരണമേ കർത്താവേ. ആ വീട്ടിൽ പാർക്കാനുള്ള ഭാഗ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും തരണമേ കർത്താവേ. എൻ്റെ കുടുംബം അങ്ങനെയല്ലല്ലോ,
അവരുടെ കാഴ്ചപ്പാട് വ്യത്യാസമാണല്ലോ. എൻ്റെ മക്കൾ നേർപാതയിൽ പോകുന്നില്ലല്ലോ. എൻ്റെ പൊന്നു കർത്താവേ, ഞാൻ എന്ത് ചെയ്യണ്ടു? എനിക്ക് വേണ്ടി പണിത വീട് ശൂന്യമായി കിടക്കാൻ ഇടവരുമോ? എനിക്ക് വേണ്ടി പണിത് ആ വീട് ആരുമില്ലാത്തവരായി എവിടെ കിടക്കുമോ? എൻ്റെ കർത്താവേ, എനിക്ക് ആ മഹാഭാഗ്യം തരണമേ. നിങ്ങൾക്കറിയാറുണ്ടോ? നിങ്ങൾ ദൈവസന്നിധി കിടന്ന് ശല്യപ്പെടുത്താറുണ്ടോ? കർത്താവിനെ ബുദ്ധിമുട്ടിക്കാറുണ്ടോ? ആത്മാവിനെ തരാൻ കെഞ്ചി പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു ഇരിക്കുന്നിടത്ത് എനിക്ക് ഒരുക്കുന്ന ഒരു സ്വർഗീയ പട്ടണം, സ്ഥലമുള്ളൊരു പട്ടണം. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് പോകുന്നത്. നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ എന്ത് സ്ഥലമാണ്? സ്ഥലമാണോ വീടാണോ? എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളെ ദൂരെ എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കുകയല്ല, ഞാൻ ഇരിക്കുന്ന സ്ഥലത്തെ നിങ്ങളെ ഞാൻ ഇരുത്തും. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു. എൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത നിങ്ങൾ എന്നെ താഴെയല്ല, എൻ്റെ സഹോദരങ്ങളാണ്. എൻ്റെ സ്നേഹമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എൻ്റെ ജീവരക്തമാണ് ഞാൻ കൂറ്റി തന്നിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളും ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് നടക്കുമോ? അത് സാധിക്കുമോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇരിക്കുന്ന സ്ഥലം പിതാവിൻ്റെ വലത്ത് ഭാഗത്താണ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? അവിടെയാണ് ഞാൻ നിങ്ങളെ ഇരുത്താൻ ആഗ്രഹിക്കുന്നത്. ഉറപ്പുള്ള പട്ടണം അതാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാൽ എന്ത്? കടം വന്നാലെന്ത്? രോഗം വന്നാലെന്ത്? പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങൾ വന്നാലെന്ത്? അത് ശരിയായാലോ ശരിയായില്ലല്ലോ എനിക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. എന്നാൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുന്ന സ്ഥലത്ത് എനിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ അത് വേറെ ആർക്കും കൊടുക്കില്ല. അത് ശൂന്യമായി കിടക്കും. വേക്കൻ്റ് എന്ന് അവിടെ ഒരു ബോർഡ് കാണും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് അത് സംഭവിക്കുമോ? കർത്താവിന് പേടിയുണ്ട്. കർത്താവ് വളരെ സങ്കടത്തോട് പറയുകയാണ്, എല്ലാവരും സ്വീകരിക്കണമെന്നില്ല, എല്ലാവരും ഇതിന് വില കൊടുക്കണമെന്നൊന്നുമില്ല. വളരെ ചുരുക്കം പേർ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കം തന്നെ. വെളിപാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കുഞ്ഞാടിൻ്റെ കാന്തയ്ക്കായി ഒരുക്കുന്ന ഒരു സ്വർഗീയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഉണ്ടെന്ന് പറയുന്നു. അത് വർണ്ണിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റുകയില്ല, ഒരു മനുഷ്യരെ കൊണ്ടും പറ്റില്ല. കുഞ്ഞാടിൻ്റെ കാന്ത, പ്രത്യേകം ശ്രദ്ധിക്കണേ, കുഞ്ഞാടിൻ്റെ കാന്ത എന്നാണ് അവിടെ പറയുന്നത്. ആ കാന്ത എന്നുള്ള പദവി ഭൂമിയിലിരിക്കുമ്പോൾ നേടിയെടുക്കേണ്ട കാര്യമാണ്. ഞാൻ എവിടെ പോയാലും പറയുന്നൊരു കാര്യമുണ്ട്. ഹോശേയ-പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 14-19 ഞാൻ എവിടെ പോയാലും മിക്കവാറും പറയും, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് ഞാനവളോട് ഹൃദ്യമായിട്ട് സംസാരിക്കും. എന്തെന്നറിയാമോ? 19-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ അവളോട് വിവാഹത്തിനെ നിശ്ചയിക്കും. എൻ്റെ കാന്തയാകാൻ ഞാൻ അവളോട് എൻ്റെ ഹിതം ഞാൻ അവളെ അറിയിക്കും. അവളോട് സ്വീകരിച്ചാൽ ഭാഗ്യം. അതാണ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മല കന്യയായി വിവാഹത്തിന് ഏൽപ്പിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ പേടിക്കുന്നു. അവിടെ ഒരു വാക്യമുണ്ട്, ഏകാഗ്രതയും നിർമ്മലതയും. പ്രിയപ്പെട്ടവരെ, രക്ഷ സൗജന്യമാണ്. ഇപ്പോൾ മണവാട്ടിയാക്കാമെന്ന് പറഞ്ഞു, അതും ഒരു പക്ഷേ നമ്മൾ സ്വീകരിച്ചെന്നിരിക്കാം. പക്ഷെ അപ്പോസ്തലൻ പേടിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏകാഗ്രതയും നിർമ്മലതയും വിട്ടാൽ ആ മണവാട്ടി എന്നുള്ള പദവി മാറിപ്പോകും. എത്ര ഗൗരവമാണ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ വിറയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ്. ക്രിസ്തുവിനെ കാണുന്നത് തന്നെ പ്രയാസം, അവൻ്റെ ക്രൂശ് ചൊല്ലുന്നത് തന്നെ പ്രയാസം, മാനസാന്തരപ്പെടുന്നത് തന്നെ പ്രയാസം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ പ്രാപിക്കുന്ന അതിനേക്കാൾ പ്രയാസം. പിന്നത്തെ കാര്യമാണ് നിർമ്മല കന്യക, ക്രിസ്തുവിൻ്റെ മണവാട്ടി. ആ മണവാട്ടിയായി നിൽക്കുക എന്ന് പറഞ്ഞ് എത്രയോ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോസ്തലൻ പറയാണ്, ഏകാഗ്രതയും നിർമ്മലതയും വിട്ടാൽ. എനിക്ക് പണ്ടത് മനസ്സിലാവില്ലായിരുന്നു, എന്താണ് ഏകാഗ്രതയും നിർമ്മലതയും? ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഒറ്റ പോയിന്റിലേക്കുള്ള ശ്രദ്ധ, വേറെ ഒന്നും വരാൻ സമ്മതിക്കുന്നില്ല. ഒരിക്കൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയും, മോനെ, നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ ഒരു കമ്പി വലിച്ച് കെട്ടിയിട്ട് അതിൽ കൂടെ നടക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞുണ്ട്, ഞാൻ നിന്നെക്കുറിച്ച് കണ്ടിരിക്കുന്നതാണ്. താഴോട്ട് നോക്കിയാൽ വലിയ വെള്ളച്ചാട്ടം, ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയാൽ വലിയ സൗണ്ട്. അവിടെ വേറെ ആരുടെയും കാര്യം ചിന്തിക്കാനുണ്ടോ? അങ്ങേയറ്റത്ത് നിൽക്കുന്ന ജീവനുള്ള ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ ആരവങ്ങളൊന്നും നോക്കാതെ ഒരേ ലക്ഷ്യത്തോടു കൂടി ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ നിനക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? ഞാൻ ഭയപ്പെട്ടു പോയി. ഇതെങ്ങനെ സാധിക്കും? സ്തോത്രം, ഇതെങ്ങനെ സാധിക്കും? ഞാൻ വിഷമിച്ചൊരു കാലമുണ്ട്. ഇന്ന് എനിക്കറിയാം, അതൊന്നും സാധ്യമാക്കുന്നൊരു നല്ലവനായ ക്രിസ്തുവുണ്ട്. ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. അവനെന്നെ താങ്ങും, അദൃശ്യ കരങ്ങൾ എന്നെ താങ്ങും. അവനെൻ്റെ മുമ്പിലുണ്ട്,
അവനെൻ്റെ മുമ്പിലുണ്ട്, അവനെൻ്റെ സൈഡിലുണ്ട്, അവനെൻ്റെ മുകളിലുണ്ട്, അവനെന്നെ താങ്ങി അക്കരെ. അവൻ്റെ ജോലി അതാണ്. അവൻ്റെ മാലാഖമാരിടത്തും വലത്തുമുണ്ട്. വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ വലിയൊരു കൂട്ടമുണ്ട് എന്നെ താങ്ങാൻ, എന്നെ പ്രോത്സാഹിപ്പിക്കാൻ. ഇടത്തോട്ടോ വലത്തോട്ടോ ശ്രദ്ധ പോകാതെ പത്രോസ് പറ്റിയ പോലെ തിരയുടെ ശബ്ദം കേട്ട് പത്രോസ് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് താഴോട്ട് അങ്ങ് താണുപോയി. വേറെ ഒരു പാപം ഇവിടെ വന്നില്ല. പത്രോസും വെള്ളത്തിൽ മുങ്ങാൻ കാരണം എന്താ? പത്രോസ് പറഞ്ഞു, എനിക്ക് നീ നടക്കുന്നില്ലെങ്കിൽ നടക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആഗ്രഹം നിനക്കുണ്ടോ? നീ നടന്നോളാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ കമാൻഡ് കിട്ടി, ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞു, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി കിട്ടി. പത്രോസ് നടന്നില്ലേ? എന്നിട്ട് എന്താണ് പോയത്? അതാണ് ഏകാഗ്രത നിർമ്മലത എന്ന് പറഞ്ഞ ഒരൊറ്റ ലക്ഷ്യം. നിൻ്റെ ചിന്താമണ്ഡലത്തിൽ വേറെ ലക്ഷ്യം വരാൻ പാടില്ല. നിൻ്റെ ആഗ്രഹത്തിൽ വേറെ ലക്ഷ്യം വരാൻ പാടില്ല. നിൻ്റെ നോട്ടത്തിൽ വേറെ ലക്ഷ്യം വരാൻ പാടില്ല. നിൻ്റെ ഹൃദയത്തിൽ വേറൊരു ആക്ക് വരാൻ പാടില്ല. എന്നെ വിളിച്ചിരിക്കുന്ന വിളി അവൻ്റെ മണവാട്ടി. മണവാട്ടികളില്ല, ഒരു മണവാട്ടി. ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്ന ഒരുവൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഏകാഗ്രഹം നിർമ്മതയും വലിയ പാപമൊന്നുമാണെന്ന് ആരും ചിന്തിക്കത്തില്ല. നമ്മുടെ ലക്ഷ്യം മാറിയാൽ വീണ് തന്നെ, നോട്ടം മാറിയാൽ മുങ്ങിയത് തന്നെ. ഇതിനെ കവിഞ്ഞ് വേറൊരു കാര്യം, അതൊക്കെ സോപ്പിട്ട് സംസാരിക്കാൻ പറ്റുമോ? എനിക്കറിയാൻ പാടില്ല. യോഹന്നാൻ സ്നാപകന് പറയാണ്ടിരുന്നാൽ മതിയായിരുന്നു, കുഴപ്പമില്ല. കോടാലിയുടെ കാര്യം പറയാതിരുന്നാൽ മതിയായിരുന്നു. ഇന്ന് അനേകരൊന്നും മിണ്ടില്ല. അങ്ങനെയുള്ള പറയുന്ന കാര്യങ്ങളൊന്നും ആർക്കും ഇഷ്ടമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മണവാട്ടി എന്ന് പറഞ്ഞാൽ ഒറ്റ മണവാട്ടി, മണവാളിന് ഒറ്റ മണവാട്ടി. ആ മണവാട്ടിക്ക് വേണ്ടിയാണ് സ്വർഗീയ യെരൂശലേം പണിതിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചോ, ഞാൻ അവൻ്റെ മണവാട്ടിയാണോ? ഏകാഗ്രതയും നിർമ്മലയും തൊട്ട് അവൻ്റെ മുഖത്തേക്ക് എപ്പോഴും നോക്കുന്ന ഒരു മനുഷ്യനാണോ? തടസ്സങ്ങളെല്ലാം വലിച്ചെറിയാറുണ്ടോ? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട നാവിലെപ്പോഴും പറയാറുണ്ടോ? എനിക്കത് വേണ്ട, ഞാനങ്ങനെ ചെയ്യില്ല, ഞാൻ അവൻ്റെ മണവാട്ടിയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സ്വയം മണവാട്ടിയുടെ സ്ഥാനത്തേക്ക് നാം ഉയരപ്പെടാറുണ്ടോ? നമ്മൾ ലോകമനുഷ്യരോട്ട് എന്താ വ്യത്യാസം? നമ്മുടെ സംസാരം ലോകമനുഷ്യ സംസാരമായിട്ട് എന്നാ വ്യത്യാസം? നമ്മുടെ നാവ് ക്രിസ്തുവിന് വേണ്ടി വേർതിരിച്ചാണെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനമല്ലാതെ എന്തെങ്കിലും നമ്മുടെ നാവിൽ വരുമോ? നമ്മുടെ പരിസരത്ത് അനേകർ കാണും. അവരോട് ചേരാൻ എനിക്ക് പറ്റുകയില്ല, അവരുടെ കാഴ്ചപ്പാടിനോട് ചേരാൻ എനിക്ക് പറ്റുകയില്ല, അവർ സംസാരിക്കുന്നവരോട് സംസാരിക്കാൻ എനിക്ക് പറ്റുകയില്ല, അവർ നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, വലിയ വില കൊടുത്തേ പറ്റുകയുള്ളൂ. മണവാട്ടി ഊനമില്ലാത്ത മണവാട്ടി, പുരുഷൻ തൊടാത്ത മണവാട്ടി, ലോകത്തിൻ്റെ മാലിന്യം തൊടാത്ത മണവാട്ടി, ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതെന്ന് ആ മണവാട്ടി പലരോടും പറഞ്ഞിരിക്കും. എൻ്റെ വിവാഹത്തിന് ഉറച്ചിരിക്കുന്നു, ഞാൻ ഇന്ന ആളെന്നെ വിവാഹം ചെയ്തിരിക്കുന്നത്. തോന്നിയ ദിവസം ജീവിക്കുമോ? വേർതിരിക്കപ്പെട്ട മണവാട്ടി എന്ന് അവിടെ നെറ്റിൽ എപ്പോഴും കാണും. ജനങ്ങൾ അറിയുകയും ചെയ്യും, ജനങ്ങൾ കളിയാക്കുന്നിരിക്കും. സാരമില്ല, സാരമില്ല, എനിക്കറിയാം എന്നോട് വാക്ക് പറഞ്ഞ ആരാണ്, എന്നോട് വാക്ക് പറഞ്ഞത് ആരാണ്, എനിക്ക് പദവി തന്ന ആരാണ്. അല്ല, നമുക്കെന്നെ അറിയാൻ പാടില്ലേ? നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നത്, നമ്മൾ ലോകത്തിലേക്ക് പോകാതിരിക്കുന്നത്, നമ്മുടെ ഹൃദയം ഏകാഗ്രമായിരിക്കുന്നത്, നമുക്ക് ദൈവസാന്നിധ്യം കിട്ടുന്നത്, ലോകം തരാത്ത സമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഹൃദയം നാം അറിയാതെ തന്നെ ഉയരത്തിലേക്ക് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ നമുക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നത്. ഈ ആത്മലോകം നമുക്കിവിടെ വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ വലിയ കാര്യത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കുകയില്ല. ഒരു ചെറിയ പശക് വന്നാൽ മതി, ആൾ വീണു പോകും. ഒരു ചെറിയ പാളിച്ച വന്നാൽ ശത്രു കയറും. എവിടെങ്കിലും വേലി പൊളിഞ്ഞാൽ ചെറുകുറക്കന്മാർ കയറും, സംശയമൊന്നുമില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിരന്തരം ഗാർഡഡായിരിക്കണം, നിരന്തരം ഏകാഗ്രത നിർമ്മതയുള്ള നമ്മുടെ വാക്കുമാരൊക്കെ നമ്മളെ എങ്ങനെ പഠിപ്പിച്ചല്ലേ? നമുക്കെന്നെ അതിന് ഗൗരവമില്ലാത്ത? ഉറപ്പുള്ള നഗരം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, ഉറപ്പുള്ളൊരു മണവാളം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നാളുകളായി അവൻ എന്നോട് വാഗ്ദത്തം ചെയ്തിട്ട്, അവൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ തന്നിട്ട്, അവൻ്റെ രക്തം എൻ്റെ മേൽ തളിച്ചിട്ട് അവൻ ഇതാ കാത്തിരിക്കുകയാണ്, എനിക്ക് വേണ്ടി ഭവനം പണിയുകയാണ്. മണവാളനും മണവാട്ടിയും താമസിക്കാൻ വേണ്ടി അവിടെ ഗ്രഹം പണിതുകൊണ്ടിരിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് തന്നെ. എത്ര പേര് നാം സ്വയം മുകളിലേക്ക് പൊങ്ങുന്നുണ്ട്? ഈ ലോകത്തിൻ്റെ ചപ്പിൻ്റെ അവറിൻ്റെയും പിന്നാലെ മനസ്സ് ഭാരപ്പെടുന്നവരല്ലേ നമ്മൾ? നമുക്ക് പല പാപത്തിനുമേലും ജയിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരല്ലേ? നമ്മുടെ ചിന്ത ഏകാഗ്രമാക്കാൻ പറ്റുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വലിച്ചെറിഞ്ഞു കളഞ്ഞേ പറ്റുള്ളൂ. ചപ്പെന്നും ചവറെന്ന് എണ്ണിയേ പറ്റുള്ളൂ. ക്രിസ്തുവിന് വേണ്ടി ഞാൻ വേർതിരിച്ചേ പറ്റുള്ളൂ. അത് എൻ്റെ കാര്യമാണ്. അത് ഭാര്യയ്ക്ക് തടയാൻ പറ്റത്തില്ല, കൂട്ടായ്മയിലുള്ള ആർക്കും തടയാൻ പറ്റത്തില്ല, ലോകമനുഷ്യർ തടയാൻ പറ്റത്തില്ല. ലോകത്തിൻ്റെ മാലിന്യം തൊടാൻ സാധ്യമല്ല. തന്നെത്താൻ വേർതിരിയുന്നവർ സ്വർഗീയ യെരൂശലേം തൻ്റെ കാന്തയ്ക്ക് വേണ്ടി
വെളിപാട് 21:10 അവൻ എന്നെ ആത്മവ്യവസ്ഥയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവത്തിൻ്റെ തേജസ്സേറിയ ആ സ്ഥലത്തെ എന്നെ കൊണ്ടിരുത്താൻ പോയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മണവാട്ടിക്കുള്ളതാണ് ആ പദവി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇതാർക്ക് സാധിക്കും? എങ്ങനെ സാധിക്കും? ഭൂമിയിൽ പിശാചു വാഴുന്ന ഈ ഭൂമിയിൽ നിന്ന് എത്ര വലിയൊരു പ്രോസസ്സ് കഴിഞ്ഞാണ് നമ്മളെ ദൈവം കൊണ്ടുപോകുന്നത്. നമുക്ക് ആദ്യം ഒരു മാനസാന്തരം ഉണ്ടാകണം. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ അവസ്ഥ ശരിയായിട്ട് മനസ്സിലാകും. ഈ അവസ്ഥ കേൾക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാലില്ല, ഒരു ക്രിസ്തുവുണ്ട്, നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ക്രിസ്തുവുണ്ട്, ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ക്രിസ്തുവുണ്ട്. അവൻ നിങ്ങളെ മാടി വിളിക്കുകയാണ്, എൻ്റെ ക്രൂശിന് ചുവട്ടിലേക്ക് വരിക, നിങ്ങളുടെ പാപബന്ധനങ്ങൾ ഞാൻ അഴിച്ചു തരാം. പോരാ, നിങ്ങളിനിയും പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും, സ്ഥിരമായി നിങ്ങളുടെ ഹൃദയത്തിയിരിക്കും. നിങ്ങൾ മരിക്കുന്നവരെ ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തിയിരിക്കും. നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും, തെറ്റുപറ്റാൻ നടത്താനുള്ള കൃപ നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് വേറൊരു കാഴ്ചപ്പാട് തരും. ഉയരത്തിലേക്ക് നിങ്ങളുടെ ഹൃദയം എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ഭൂമിയിലുള്ളിലേക്ക് നിങ്ങളുടെ ആകർഷണം വരില്ല. എൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും. ദൈവത്തിന് സ്തോത്രം. വാതിൽക്കൽ നിന്ന് മുട്ടുന്നവൻ അവനകത്ത് വരാൻ വേണ്ടിയാണ്. പക്ഷേ വാതിൽ തുറന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? വെളിപാട് പുസ്തകത്തിൽ അവിടെ 20-ാം അധ്യായത്തിൽ പറയുന്ന വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്നേ പറയുന്നുള്ളൂ. ആരെങ്കിലും ശബ്ദം കേട്ടാലെന്നേ പറയുന്നുള്ളൂ. വാതിൽ തുറന്നാലെന്നേ പറയുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, തുറന്നാലേ അകത്ത് കിടക്കാൻ പറ്റുകയുള്ളൂ, അത്താഴം കഴിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ആ വാതിൽ തുറക്കുന്നതായിട്ട് അവിടെ പറയുന്നില്ല. സങ്കടകരമായ കാര്യം, ജീവനുള്ള ദൈവമെന്ന് മുട്ടിയാലും തുറക്കാത്ത വാതിൽ ഇന്നുമുണ്ട്. ദൈവം ശബ്ദത്തോട് മുട്ടുന്നുണ്ട്, ആഗ്രഹത്തോട് മുട്ടുന്നുണ്ട്, പ്ലാനോട് മുട്ടുന്നുണ്ട്, അത്താഴം കഴിക്കാൻ കൊതിക്കുന്നുണ്ട്, സ്ഥിരമായി വസിക്കാൻ കൊതിക്കുന്നുണ്ട്, രൂപാന്തരപ്പെടുത്താൻ കൊതിക്കുന്നുണ്ട്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കൊതിക്കുന്നുണ്ട്, മണവാട്ടി സ്ഥാനം വരാൻ കൊതിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം ദൈവത്തിന് ആഗ്രഹമുണ്ട്. മനുഷ്യൻ യേശു പറഞ്ഞില്ലെങ്കിൽ നടക്കില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നവരുണ്ട്. എൻ്റെ മണവാളനാണെന്നുള്ള ബോധമുണ്ട്. ലോകത്തിൽ അവനെ മണവാളനായി കാണാൻ പറ്റുന്നില്ല. ശരി, ആത്മകണ്ണ് തുറന്ന് കിട്ടാൻ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവേ, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് നിന്നെ കണ്ടേ പറ്റുകയുള്ളൂ, നീ എനിക്ക് ചെയ്തതനുസരിച്ച് എനിക്ക് എന്നോട് നന്ദിയും കടപ്പാട് നന്ദിയും പറ്റുകയുള്ളൂ. ഈ ഭൂമിയിലെ എൻ്റെ ജീവിതത്തിനകത്ത് അനേക ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട്. എനിക്ക് ഭാര്യയുണ്ട്, ഭാര്യയുടെ ആത്മാവ് ഞാൻ കണക്ക് പറയേണ്ടതാണ്. മക്കളുണ്ട്, അവരുടെ ആത്മാവ് എനിക്ക് വിലപ്പെട്ടതാണ്. കൊച്ചുമക്കളുണ്ട്, കർത്താവേ, അവർ നിന്റെ സന്നിധിയിൽ വരേണ്ടവരാണ്. എൻ്റെ സഹോദരി സഹോദരന്മാരുണ്ട്, അവരുടെ കാര്യം എനിക്ക് വിലപ്പെട്ടതാണ്. എൻ്റെ കടന്നുപോയ അപ്പനും അമ്മയുമുണ്ട്, അവരുടെ ആത്മാവിന് വേണ്ടി ഞാൻ കരയാൻ ബാധ്യസ്ഥനാണ്. കർത്താവെ, എൻ്റെ പ്രിയപ്പെട്ടവരാരും യാതനാ സ്ഥലത്ത് പോകുന്നത് കണ്ട് എനിക്ക് സ്വർഗരാജ്യത്തിലും സങ്കടപ്പെടാൻ ഇടവരുത്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് പ്രിയരെ. സ്വർഗരാജ്യത്തിൽ പോലും നമുക്ക് വേദനയുള്ള വിഷയങ്ങളുണ്ട്. സ്വർഗരാജ്യത്തിൽ പോലും കരച്ചിലുണ്ടെന്ന് ഞാൻ പറയും. അവിടെ പല്ലുകടിയും കരച്ചിലും ഉണ്ടെന്ന് ഞാൻ പറയും. എൻ്റെ ആയുസ് എനിക്ക് പാഴാക്കേണ്ടി വന്നല്ലോ, ജീവിക്കുന്ന കാലത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ സമ്പൂർണ്ണ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അവർ ഈ യാതനാ സ്ഥലത്ത് കിടക്കേണ്ട ഗതികേട് വരും. ആത്മാക്കളെക്കുറിച്ചുള്ള വേദന ഈ കാലഘട്ടത്തിലൊക്കെ എന്നെ വിഷമിപ്പിക്കുന്ന അതാണ്. എനിക്ക് മാനസാന്തരമില്ലാത്ത പെങ്ങന്മാരുണ്ട്, അവരുടെ കാര്യം എന്നെ വേദനിപ്പിക്കുന്നു. പല പല കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് അടങ്ങിയിരിക്കാൻ പാടില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിനും സന്നിധിയിൽ കരയാനുള്ളൊരു മനസ്സ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എത്ര മഹാത്മം ശുദ്ധീകരണം പ്രാപിക്കണം. നമ്മളിലൊരു മാലിന്യം വരാൻ പാടുണ്ടോ? എൻ്റെ ദൈവം ദുഃഖിക്കുന്ന എന്തെങ്കിലും വരാൻ പാടുണ്ടോ? പ്രിയപ്പെട്ടവരെ, തന്നെത്താൻ ശുദ്ധീകരണം പ്രാപിക്കണം, തന്നെത്താൻ ദൈവസന്നിധിയിരിക്കണം, തന്നെത്താൻ മണവാട്ടി സ്ഥാനം ഞാൻ ഏറ്റെടുക്കണം. അവൻ്റെ മണവാട്ടിയാണ് ഞാൻ, അവൻ്റെ സന്നിധിക്കാൻ ചെല്ലേണ്ടവനാണ്. കർത്താവിനിക്ക് വേണ്ടി വലിയ നഗരം ഒരുക്കുന്നുണ്ട്. ആ നഗരത്തിൽ എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്, നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ശത്രുപായത്താൽ ചതിച്ചതുപോലെ അനേകർ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തി കളയുന്നവരുണ്ട്. ആദ്യ സ്നേഹം കിട്ടിയവർ അനേകരുണ്ട് പ്രിയരെ. കൂട്ടായ്മയിൽ ഒന്ന് ആദ്യ സ്നേഹം കണ്ടവർ ഇന്ന് അനേകർ പിന്മാറി പോവുകയാണ്. എല്ലാം മായ പോലെ ചിന്തിക്കുകയാണ്, ഒരു സ്വപ്നം പോലെ കഴിഞ്ഞ കാല കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. ആദ്യ സ്നേഹം കിട്ടിയതും സന്തോഷം അനുഭവിച്ചതും തുള്ളിച്ചാണ് നടന്നതും തുതിച്ചതുമെല്ലാം ഇതാ ഒരു ഓർമ്മയായി മാറിപ്പോയിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനങ്ങൾ ബാബയിലേക്ക് പോയപ്പോൾ അവരുടെ വൃക്ഷത്തിൻ്റെ മേലെ അവരുടെ കിണറെല്ലാം തൂക്കിയിട്ടുകൊണ്ട് കരയുന്നൊരവസ്ഥയുണ്ട്. ഞങ്ങളുടെ നല്ല കാലം നഷ്ടപ്പെട്ടു പോയല്ലോ. എന്ത് പ്രയോജനം പ്രിയരെ? നല്ല കാലം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് എന്ത് പ്രയോജനം? എന്നാൽ ഇന്ന് ജീവനുള്ള കാലത്ത് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കിയെടുക്കാം. ദാവീദ് തനിക്കുള്ള നഷ്ടപ്പെട്ടതെല്ലാം മടക്കിയെടുത്തെന്ന് പറഞ്ഞതുപോലെ ഒരായുസ് നിനക്ക് തരികയാണ്. ഇല്ല, താമസിച്ചിട്ടില്ല, ഇനിയാണെങ്കിലും നിനക്ക് രക്ഷപ്പെടാം. നഷ്ടപ്പെട്ട എല്ലാം നിനക്ക് തരാം. നീ ഏറ്റവും വൈകിയാണ് മുന്തിരിത്തോട്ടത്തിൽ ജോലിയെങ്കിലും നിനക്ക് കൂലി കിട്ടും, പേടിക്കേണ്ട മോനെ.
9-ാം മണി നേരത്ത് വന്നവനായാലും ശരി, 12-ാം മണി നേരത്ത് വന്നവനായാലും ശരി, ദൈവം കരുണയുള്ളവനാണ്. നീ പേടിക്കേണ്ട, വിഷമിക്കേണ്ട. എൻ്റെ പൊന്നു സഹോദരാ, നീ ദൈവസ്ഥനെ മുഴങ്കാലും മടക്ക്. നിന്റെ മുറിയിലേക്ക് യേശു ക്രിസ്തു കാൽവർ ക്രൂശുമായി മടങ്ങി വരും. മുറിവേറ്റകരവുമായി നിന്റെ സനിയിലേക്ക് വരും. മകനെ, നീ ഭയപ്പെടേണ്ട, നീ പേടിക്കേണ്ട. നിനക്ക് ഞാൻ വീണ്ടെടുപ്പ് തരാം. നിന്നെ ഞാൻ രൂപാന്തരപ്പെടുത്താം. നിന്റെ പ്രശ്നം ഞാൻ പരിഹാരം തരാം. ഞാൻ നിന്റെ കൂടെ വരാം. ഞാൻ നിന്നെ മാറ്റിമറിക്കാം. നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെക്കുറിച്ച് നീ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. വീണ്ടും വീണ്ടും കർത്താവ് എന്ന് വാദിക്കുകയാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. നീ പേടിക്കണ്ട, നീ ഭാരപ്പെടേണ്ട, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ചിന്തിക്കണ്ട. നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ നിനക്ക് മടക്കിത്തരാം. നീ എന്നെ സ്വീകരിച്ചാൽ മാത്രം മതി. നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ വരട്ടെ, ഞാനത് ശരിയാക്കി തരാം. യെരൂശലേം ദേവാലയം ശരിയാക്കാൻ ആരുടെയും അനുവാദം വേണ്ട. എന്നാൽ നിന്റെ ഹൃദയത്തിലേക്ക് വരാൻ നീ എനിക്ക് അനുവാദം തന്നില്ലെങ്കിൽ എനിക്കവിടെ കടന്നു വരാൻ സാധ്യമല്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ മാടി വിളിക്കുകയാണ്. ദൈവം നിങ്ങളെ പ്രതീക്ഷയോടെ നോക്കിയാണ്. ഒരു മണവാട്ടി എന്ന് പറഞ്ഞാൽ പദവി നിസ്സാരമൊന്നുമല്ല. സ്വർഗീയ രാജകുമാരൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വപ്നം കാണാൻ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. പക്ഷെ ആ പദവി നിനക്ക് തരികയാണ്. സഹോദര, സഹോദരി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ അവൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ ജീവിതം വിട്ടുകൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ഉള്ള ആയുസ് പാഴാക്കി കളയല്ലേ. ഈ ആയുസ് നഷ്ടപ്പെടുത്തി കളയല്ലേ. ഇത് ലോകത്തിന് വേണ്ടി കളയല്ലേ. ശത്രു കയറി നിരങ്ങാൻ വിട്ടുകൊടുക്കരുതേ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നിങ്ങളെ മാടി വിളിക്കുകയാണ്. യേശു ക്രിസ്തു ഇതാ കൈനീട്ടി നിൽക്കുകയാണ്. മുറിവേറ്റ കരവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പെടഞ്ഞു മരിച്ച എൻ്റെ വില നിങ്ങളൊന്നും മനസ്സിലാക്ക്. നിങ്ങളുടെ പാപം മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ലോകത്തിൻ്റെ സകല ഇമ്പങ്ങളും വെറും നിങ്ങളെ തിരിഞ്ഞു കുത്തും. അത് നിങ്ങളെ മരണക്കിടക്കയിൽ നിങ്ങൾക്കെതിരായിട്ട് ന്യായവിധിക്കും. എൻ്റെ പ്രിയരെ, നിങ്ങൾ മനസ്സിലാക്ക്. ഇന്ന് നിങ്ങൾ ആശ വച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾക്കെതിരായി വരുന്ന സന്ദർഭം വരും. എന്നാൽ യേശു ക്രിസ്തു നിങ്ങൾക്കെതിരാകണമെങ്കിൽ ഇന്ന് അവൻ്റെ കാൽച്ചുവട്ടിൽ വീഴുക, അവനോട് എല്ലാം ഏറ്റുപറയുക, അവന് വേണ്ടി ജീവിതം വേർതിരിക്കുക. അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകട്ടെ. അവൻ്റെ ആത്മാവ് നമ്മുടെ മേലെ ഇറങ്ങി വരട്ടെ. അവൻ്റെ ആത്മാവ് നമ്മളെ കഴുകട്ടെ, വെടിപ്പാക്കട്ടെ. കർത്താവേ, മണവാട്ടി എന്നുള്ളൊരു പദവി ഒഴിച്ച് വേറെ ഒന്നും എനിക്ക് വേണ്ട. കർത്താവേ, എന്തു വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. എന്നെ നിന്റെ മണവാട്ടിയാക്കണമേ. ഏകാഗ്രതയും നിർമ്മതയും എനിക്ക് തരണമേ. എൻ്റെ കർത്താവേ, ഒരു നല്ല ഹൃദയം എനിക്ക് തരണമേ. നിന്നെ സ്നേഹിക്കാൻ ഒരു ഹൃദയം എനിക്ക് തരണമേ. വിട്ടുപിരിയാൻ വയ്യാത്തൊരു ബന്ധം എനിക്ക് തരണമേ. നിന്നെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മകനായി തീരണമേ. എന്നെ അടിതൊട്ട് മുടി വരെയും മാറ്റണമേ. നിന്റെ ആത്മാവ് എൻ്റെ മേൽ പ്രവേശിക്കണമേ. നിന്റെ രക്തം എന്നെ തളിക്കണമേ. കർത്താവേ, സ്വർഗം എൻ്റെ പിന്നാലെ നിൽക്കണമേ. ഞാൻ രൂപാന്തരപ്പെടാൻ പ്രയാസമുള്ളൊരു മനുഷ്യനാണെന്ന് എനിക്ക് അറിയാം. കർത്താവേ, എൻ്റെ പാരമ്പര്യപരമാണ്, എൻ്റെ കഴിഞ്ഞകാലം അങ്ങനെയാണ്. എന്നാൽ അതെല്ലാം നിനക്ക് മാറ്റാൻ കഴിയുമല്ലോ. കർത്താവേ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവസേനയിലേക്ക് മുഴങ്കാലം മടക്കുക. അത്യാവശ്യക്കാരായി ചെല്ലുക. ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ മാറ്റിമറിക്കും. സകല അനുഗ്രഹം നിങ്ങളുടെ മേൽ പകരും. സ്വർഗത്തിൻ്റെ സകല ആശയും നിന്റെ പേരും നിന്റെ പ്രതിഭവനത്തിൻ്റെ മേലെ അല്ലയോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വേറെ അധികം പേരില്ല. നീ എന്നെ മാനിച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് എൻ്റെ ആത്മാനെ മുഴുവൻ ഞാൻ നിന്റെ മേൽ പകരുകയാണ്. ആരുടെ ജീവിതം കർത്താവിൻ്റെ കയ്യിലും കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, വാഴ്ത്തപ്പെട്ട പിതാവേ, നല്ല മനോഹരമായ സന്ദർഭത്തിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും ആത്മാവിനെ പകരണമേ. വീണ്ടെടുപ്പ് കൊടുക്കണമേ. അവർക്ക് ദൈവം പ്രതീക്ഷിക്കുന്ന പദവി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണമേ. എല്ലാ നന്മകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.